കൊടമ്പിളിട്ട് വെച്ച കലക്കും. ഹേ ഗൈസ്, കഴിഞ്ഞ ദിവസം നമുക്കൊരു കുഞ്ഞു കൂരുവാളനെ കിട്ടി. നമുക്കതിനൊന്ന് ഗ്രില്ലടിച്ചാലോ? അങ്ങനെ നമ്മുടെ ആ കുഞ്ഞു കൂരുവാളനെ നമ്മൾ വെട്ടി തേച്ച് കഴുകി നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈ ആക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിന് നല്ല കിടുന്നൊരു മസാല ഉണ്ടാക്കി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മസാല വെച്ച് സെറ്റാക്കി എടുത്ത കൂരുവാളനെ ഇനി നമ്മളൊരു 4 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ പോകാം. ഇതാണ് ഇതിനകത്തെ മെയിൻ കാര്യം. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗ്രില്ലൊക്കെ സെറ്റാക്കി എടുത്ത് ഐശ്വര്യമായിട്ട് തീയും കൊടുത്ത് നല്ല കിടിലൻ കനലാക്കി മാറ്റി. അപ്പൊ കനലായി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ വരും നമ്മുടെ കൂരുവാള. ഗ്രില്ലിനകത്ത് ഇത്രേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആക്കി നമ്മൾ അതിനെ നേരെ ഗ്രില്ലിലേക്ക് കയറ്റി. ഗ്രില്ല് കയറിയപ്പോൾ തന്നെ നെയ്യൊക്കെ ഉരുക്കി നല്ല കിടിലൻ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ബട്ടറും കുരുമുളകും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുറമേ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ചെമ്മീനും കൂടെ മസാല പുരട്ടി നമ്മൾ ഗ്രില്ലിൽ കയറ്റി. അപ്പോൾ ചെമ്മീനും സെറ്റ്, കൂരുവാളയും സെറ്റ്. അപ്പോൾ കൂരുവാളയ്ക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇനി കാണാൻ പോകുന്നത്. കണ്ടാൽ തന്നെ വായിലൊരു കപ്പൽ ഓടിക്കാനുള്ള വകുപ്പാണ് ഈ കൂരുവാള ഗ്രില്ല്. സൂപ്പറായിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. താഴ്ന്ന നെയ് മുഴുവൻ പോകും, അങ്ങനെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കൂരുവാളയും ബ്രെഡും കപ്പയെല്ലാം നല്ല ആസ്വദിച്ച് കഴിച്ചു. ഒരു മുള്ളു പോലും ബാക്കി വെച്ചില്ല. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.